ਸਾਲ ਹੈ ਇਹਨਾਂ ਦੀ ਸਰਕਾਰ ਬਣੀ ਨੂੰ, ਪਰ ਪ੍ਰੋਫੈਸਰ ਦਵਿੰਦਰਪਾਲ ਸਿੰਘ ਭੁੱਲਰ ਤਾਂ ਕੀ ਛੱਡਣਾ ਸੀ। ਬਾਕੀ ਸਿੰਘ ਜਿਹੜੇ ਅੱਜ ਖਾਲਿਸਤਾਨ ਦੀ ਗੱਲ ਕਰਦੇ ਆ, ਉਹ ਪੰਜਾਬ ਦੇ ਵਿੱਚ ਇਸ ਭੰਡਮਾਨ ਜਿਹੜਾ ਪਹਿਲੋਂ ਬਾਦਲ ਮਨਪ੍ਰੀਤ ਦਾ ਦਲਾਲ ਰਿਹਾ, 2012 ਦੇ ਵਿੱਚ ਲੱਖਾਂ ਡਾਲਰ ਲੈ ਗਿਆ, ਔਰ ਉਸ ਤੋਂ ਬਾਅਦ 2014 ਤੋਂ ਲੈ ਕੇ ਅੱਜ ਤਾਈਂ 16 ਮਿਲੀਅਨ ਡਾਲਰ ਖਾਲਿਸਤਾਨੀ ਪੱਖੀ ਧਿਰਾਂ ਨੇ ਦਿੱਤਾ। ਇਹ ਆਮ ਆਦਮੀ ਪਾਰਟੀ ਦੀ ਸਰਕਾਰਾਂ ਬਣਾਉਣ ਨੂੰ, ਝੂਠੇ ਪੁਲਿਸ ਮੁਕਾਬਲੇ ਇਸ ਅਰਵਿੰਦ ਕੇਜਰੀਵਾਲ ਦੀ ਹਦਾਇਤਾਂ ਤੇ ਡਾਇਰੈਕਸ਼ਨ ਹੇਠ ਹੋ ਰਿਹਾ ਹੈ, ਜ਼ਿੰਮੇਵਾਰ ਹੈ। നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഖലിസ്ഥാൻ ഭീകരരിൽ നിന്ന് വൻ തുക കൈപ്പറ്റിയതായി ഗുർപത്വന്ത് സിംഗ് പന്നുൻ. $16 മില്യൺ കെജ്രിവാൾ കൈപ്പറ്റിയത്. 1993 മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ദേവീന്ദർ പാൽ സിംഗ് ബുള്ളറുടെ മോചനം സാധ്യമാക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പണപ്പിരിവ്. ന്യൂയോർക്ക് റിച്ച് മൗണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിലെത്തി കെജ്രിവാൾ മോചനത്തിന് ശ്രമിക്കാമെന്ന് വാഗ്ദാനം നൽകിയതായും പന്നൂൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. അഴിമതി ഉന്മൂലനം ചെയ്യാൻ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച് ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിൽ എത്തിയവർ രാജ്യത്തെ ഒറ്റുകൊടുത്തതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് പരിശോധിക്കാം. കെജ്രിവാൾ മാഫിയ തലവനോ? BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ആം ആദ്മി പാർട്ടി വക്താവ് ഡോക്ടർ സാജു കണ്ണന്തറ, ഇടതുമുന്നണിയുടെ നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അംശുലാൽ പൊന്നാറത്ത് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ഡോക്ടർ സാജുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. സാജു, $16 മില്യൺ ഈ ഒരു വാഗ്ദാനത്തിൻ്റെ പിൻബലത്തിൽ കേജ്രിവാൾ സംഭാവനയായി നേടി. ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് തുക വിനിയോഗിച്ചതായാണ് ആരോപണം. ഖലിസ്ഥാൻ ഭീകരവാദികളുടെ പണം സ്വീകരിച്ച് തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്നയാളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണമാണ് പുറത്തു വരുന്നത്. പാർട്ടി ഈ ആരോപണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഡോക്ടർ സാജു? ആം ആദ്മി പാർട്ടിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അത് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് BJPയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഏറ്റവും ഭയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ളത്. ഇപ്പൊ ഖാലിസ്ഥാന്റെ നേതാവ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാം ആരോപണങ്ങളാണ്. അദ്ദേഹം പറയുന്നത് 2014 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തില് 134 കോടി ആം ആദ്മി പാർട്ടിക്ക് നൽകിയെന്ന്. പക്ഷെ ഇതെന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, വീണ്ടും വീണ്ടും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2022 വരെ ഇത്രയും പണം കൈപ്പറ്റി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വസ്തുത മനസ്സിലാക്കണം. BJPയുടെ ദേശീയ വക്താവായ RP സിംഗ് 2023 നവംബർ 26 ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ വിമൽ കുമാർ സക്സേനജിക്ക് ഒരു കത്തെഴുതിയുണ്ടായി. അതിന്റെ സബ്ജക്റ്റ് ഇതാണ്: ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ ഓഫ് ഗുരു നാനാക് ദേവ്ജീസ് ഗുരുപർവ്, I appeal your good office to initiate the process of release of Devinder Pal Singh Bullar under Article 161 of Constitution of India on humanitarian ground. ഇതാണ്. അപ്പൊ 2022 വരെ 134 കോടി രൂപ ആം ആദ്മി പാർട്ടി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ദേവിന്ദർ പിൽ ബുള്ളറിനെ റിലീസ് ചെയ്യും എന്ന ഒരു ഉറപ്പില്, പിന്നെ എന്തിനാണ് ഈ 2023 ഇങ്ങനെ ഒരു കത്ത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറിന് BJPയുടെ ദേശീയ വക്താവായ
RP സിംഗ് അയച്ചിരിക്കുന്നത്. ഇവിടെ ഈ പണം കൈപ്പറ്റിയത് കേജ്രിവാൾ ആണോ അതോ BJP ആണോ? കാരണം 2022 കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇനി ലഫ്റ്റനന്റ് ഗവർണറിനെ കൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താം. അത് റിവ്യൂ ചെയ്യുന്ന സെന്റൻസ് റിവ്യൂ ബോർഡ് മീറ്റ് വീണ്ടും കൂടിയിട്ട് പറഞ്ഞു ഇത് സാധ്യമല്ല. കാരണം ദേവിന്ദർ പാൽ സിംഗ് ബുള്ളറിനെ റിലീസ് ചെയ്യാനായിട്ട് ഡൽഹി ഗവൺമെന്റ് തയ്യാറല്ല. അത് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണവുമായിട്ട് ഗുർപത്വന്ത് സിംഗ് പന്നു വന്നിരിക്കുന്നത് എന്ന ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ആരോപണങ്ങൾ വീണ്ടും 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 ഇത്ര കോടി അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ പേടി സ്വപ്നമായ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും നിശബ്ദനാക്കണം എന്ന ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് BJPക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും ഉള്ളത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പുൽവാമ കേസ് 2019 അപ്പൊ പുൽവാമ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് ജി ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പുൽവാമ കേസില് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിടിപ്പുകേടുണ്ട്. ഓരോരോ വസ്തുതകൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, CRPF തങ്ങളുടെ ഉദ്യോഗസ്ഥരെ എയർലിഫ്റ്റ് ചെയ്യാൻ വിമാനം ആവശ്യപ്പെട്ടു, അത് ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു. അടുത്തത്, തെരഞ്ഞെടുത്ത പാത സുരക്ഷിതമാക്കിയിട്ടില്ല, വാഹന വ്യൂഹത്തെ ആക്രമിക്കാൻ സാധ്യതയുള്ള ലിങ്ക് റോഡുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള 300 കിലോഗ്രാം RDX വഹിച്ച കാർ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കുകയും 10 ദിവസങ്ങളോളം തടസ്സമില്ലാതെ കറങ്ങുകയും ചെയ്തു. കഴിവില്ലായ്മയോ അശ്രദ്ധയോ? ഇതൊരു ചോദ്യമാണ്. രഹസ്യാന്വേഷണ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് ഗവർണർ മാലിക് പ്രധാനമന്ത്രിയോടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോട് പറഞ്ഞു. അവർ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകി. അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച പറ്റി എന്ന് ജമ്മു കാശ്മീരിലെ ഗവർണർ പറയുകയാണ്. അപ്പോൾ മിണ്ടരുത്, നിങ്ങൾ ഇതിനെപ്പറ്റി മിണ്ടരുത് എന്ന ഒരു ഓർഡറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രാലയവും നൽകിയത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഇന്ത്യയില് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് അത് BJP ആണ്. എന്നിട്ട് ഇതെല്ലാം ആം ആദ്മി പാർട്ടിയുടെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ ശ്രീ ഗുർപത്വന്ത് സിംഗ് പന്നു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും ദേവിന്ദർ പാൽ സിംഗ് ബുള്ളറിനെ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളത് ആം ആദ്മി പാർട്ടി പറഞ്ഞതിന് ശേഷം ഈ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഇന്നുള്ള ആ ഒരു ഇമേജ് തകർക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, തീയില്ലാതെ പുകയുണ്ടാവോ? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ നമ്മുടെ കെജ്രിവാൾ കേന്ദ്ര സർക്കാരിൻ്റെ വിശിഷ്യ BJPയുടെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരമാവധി അധിക്ഷേപിക്കാൻ കെട്ടിച്ചമച്ച ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഈ പന്നുവിൻ്റെ ആരോപണത്തെ കാണാനാവില്ല എന്നാണ് ആപ്പിൻ്റെ പ്രതിനിധി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം ആപ്പിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിയുടെ മുമ്പിൽ കെജ്രിവാൾ ഒരു ശിശുവാണ്. ആടും ആനയും തമ്മിൽ ആരും താരതമ്യം ചെയ്യാറില്ല. ഒരുപക്ഷെ കറുത്ത കളർ ഉണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. നരേന്ദ്രമോദി അവിടെ കിടക്കുന്നു, കെജ്രിവാൾ അവിടെ കിടക്കുന്നു. സ്വഭാവത്തിൽ മാറ്റമുണ്ട്, വിശ്വാസ്യതയിൽ മാറ്റമുണ്ട്. സാർ ഞാൻ സംസാരിക്കുമ്പോൾ മര്യാദ, താങ്കൾ ആദ്യം ഡേവിഡും ദാവിദും ഒക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്ക്. അതുകൊണ്ട് ഈ വിശ്വാസ്യതയുടെ കാര്യത്തിൽ
സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, പറഞ്ഞ വാക്കിൻ്റെ കാര്യത്തിൽ, നാടിനോടുള്ള താല്പര്യത്തിൻ്റെ കാര്യത്തിൽ, കാപട്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് നരേന്ദ്രമോദിയും കെജ്രിവാളും തമ്മിൽ. അതുകൊണ്ട് കെജ്രിവാൾ എന്ന് പറയുന്നത് BJPയുടെ മുമ്പിൽ ഒന്നുമല്ല. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമോ? അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് വലിയ തോതിൽ ജനപ്രീതിയും അതുപോലെ തന്നെ ബാക്കി പ്രതിപക്ഷങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഒരാളെ ഉയർത്തി കാണിക്കാനുള്ള സാഹചര്യവുമല്ലേ എന്ന് എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകന്മാർ വരെ ചോദിക്കുന്നു. ഈ നരേന്ദ്രമോദിയും BJPയുടെ സ്ട്രാറ്റജിസ്റ്റും ഒന്നും വിഡ്ഢികളല്ല. അവർക്ക് നന്നായിട്ടറിയാം ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ രാജ്യമാണ് വലുത്, രാഷ്ട്രമാണ് വലുത്. BJPയുടെ മുദ്രാവാക്യം രാജ്യം ആദ്യം, പിന്നെയുള്ളൂ മതവും രാഷ്ട്രീയവും. നിങ്ങളിപ്പോൾ പറയുന്ന രാഷ്ട്രീയമൊക്കെ ഞങ്ങൾക്ക് രാജ്യത്തിന് ശേഷമേ ഉള്ളൂ. ഈ മനുഷ്യൻ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ ആപ്പിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്, ജോർജ് സൊറാസിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം മേടിച്ച പണം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? $4 ലക്ഷം. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇദ്ദേഹം ഇൻകം ടാക്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇദ്ദേഹം VRS എടുത്ത് വെളിയിൽ വന്നു പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒന്ന് പോയി അന്വേഷിക്കേ. എത്ര ലക്ഷമാണ് ആ ഇൻകം ടാക്സിന് ഇദ്ദേഹം പറ്റിച്ചത്? എന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ച് പൈസ കൊടുക്കേണ്ടി വന്നില്ലേ? ആ സമയത്ത് തന്നെ 2 NGO ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ NGOയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തരാം. ഞാനിത് മുഴുവൻ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിലെ 2 NGOയിൽ ഒരു NGO ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സുഹൃത്തായ സിസോദിയയും മറ്റൊരു NGO ഇദ്ദേഹവുമായിരുന്നു. അന്ന് $4 ലക്ഷം ഇദ്ദേഹം കരസ്ഥമാക്കിയത് ഈ സൊറാസിൻ്റെ കയ്യിൽ നിന്ന്. ജോർജ് സൊറാസ് ആരാ? ജോർജ് സൊറാസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തോട് യാതൊരു താല്പര്യവുമില്ല. ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തർദേശീയ മാഫിയയുടെ തലവനാണ്. പണം ധാരാളമുണ്ട്, അല്പം വയസ്സൊക്കെ ആയി. പക്ഷെ ലോകം മുഴുവനും തൻ്റെ കൈകളിൽ വരണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ ഭാരതത്തിൻ്റെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ വലിയ വാർത്തകളായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പല പത്രമാധ്യമങ്ങളും വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ $4 ലക്ഷം ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ ചങ്ങാതി ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനിനി പൊതുപ്രവർത്തനത്തിന് വേണ്ടി വെളിയിലേക്ക് വരുന്നു. അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് വെളിയിൽ വരുന്നത് അത് വീടിൻ്റെ മുമ്പിലത്തെ ഒരു റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ വിഷയത്തിൽ അദ്ദേഹം രംഗത്ത് വരുന്നു. അതിലൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ അദ്ദേഹം പൊതുപ്രവർത്തനത്തെ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. കെജ്രിവാൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് ചാക്കാണ്, പഴയ ചാക്ക്. കെജ്രിവാളിൻ്റെ ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ റിപ്പബ്ലിക് ചാനലിൻ്റെ അധിപൻ അർണാബ് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ സ്പിരിറ്റ് ബിഹൈൻഡ് ഓഫ് ദിസ് സത്യാഗ്രഹ? അണ്ണാ ഹസാരയെ കൊണ്ടുവന്ന് സത്യാഗ്രഹം നടത്തി. അപ്പോൾ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട്, RSS അല്ലേ ഇതിൻ്റെ പിന്നിൽ? അദ്ദേഹം പറയുന്നു RSS അല്ല. അണ്ണാ ഹസാരയുമായിട്ടുള്ള ആ വലിയ സത്യാഗ്രഹത്തിൻ്റെ പിന്നിൽ അതിൻ്റെ സ്പിരിറ്റിനെ പറ്റി ചോദിച്ചിട്ട് അർണാബ് വീണ്ടും ചോദിക്കുന്നു, ഹാവ് യു എനി പ്ലാൻ ടു എൻ്റർ ദ പൊളിറ്റിക്സ്? അപ്പോൾ ഇദ്ദേഹം പറയാണ്, നത്തിങ് എൽസ്. എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് ആണയിട്ടുകൊണ്ട് ഈ മനുഷ്യൻ, ഈ കെജ്രിവാൾ പറയാണ്, ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ മത്സരിക്കില്ല, ഞാൻ രാഷ്ട്രീയമായ ഒരു അധികാരവും എനിക്ക് വേണ്ട, എനിക്ക് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ. ഇന്ത്യ എന്ന് പറയുന്നത് കറപ്ഷനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. ഞാൻ ആ പോരാട്ടത്തെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്ന് വൈറലാണ്. അർണാബിൻ്റെ ഒരുപക്ഷെ നമ്പ്യാരുടെ കയ്യിൽ അതുണ്ടാവും. അർണാബിൻ്റെ ഇൻ്റർവ്യൂ വൈറലാണ്. എന്താ ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാം ഉണ്ടായത് എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച മറ്റേ യോഗേന്ദ്ര യാദവ് ഉണ്ട്. ആ യോഗേന്ദ്ര യാദവിൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആപ്പിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. ആപ്പിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാനുണ്ട് ആ ചർച്ചയിൽ, യോഗേന്ദ്ര യാദവ് ഉണ്ട് ആ ചർച്ചയിൽ. എനിക്ക് തോന്നുന്നു അതൊരു ഇംഗ്ലീഷ് ചർച്ചയാണ്, ടൈംസ് നൗ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ടൈംസ് നൗവിൻ്റെ ചർച്ചയിൽ ഇപ്പോൾ പറഞ്ഞ ഡേവിഡും മറ്റേ
ഈ ഡേവിഡിൻ്റെ കാര്യം, ഈ ബൈബിളിലെ ആ കഥയുടെ പേരം ദാവിദിൻ്റെയും ഡേവിഡിൻ്റെയും കഥ, അന്ന് അദ്ദേഹം ഗോലിയാത്തിനെ വെച്ചുകൊണ്ട് അത് പറയുകയുണ്ടായി. ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസനെ ദാ ഈ പയ്യൻ വന്നിട്ട് ദാ തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം യോഗേന്ദ്ര യാദവ് അന്ന് പറഞ്ഞത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. പക്ഷേ ആ പയ്യൻ്റെ കയ്യിലുള്ള കാപട്യം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് വാസ്തവത്തിൽ ഡൽഹിയിലെ ഗ്രൗണ്ടിലേക്ക് പോകാതിരുന്ന ആൾ. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു, അണ്ണാ ഹസാരെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അതിനകത്തൊരു കള്ളനുണ്ട്, അവൻ അണ്ണാ ഹസാരെ കൊണ്ട് വിൽക്കും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയോട് അന്ന് ഇലക്ഷനൊന്നും നടന്നിട്ടില്ല, അന്ന് ആപ്പ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആയിട്ടില്ല. അപ്പോൾ അന്ന് സുബ്രഹ്മണ്യ സ്വാമി പറയാണ്, എനിക്കറിയാം അയാൾ ഹീസ് ആൻ ഹിപ്പോക്രാറ്റ്, ഒരു കാപട്യത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ് അയാൾ, സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ അക്ഷരാർത്ഥം. അതുകൊണ്ട് ഞാൻ വരില്ല ഗ്രൗണ്ടിലേക്ക്. എല്ലാവരും പോയി, ബാബാ രാംദേവ് പോയി, RSSൻ്റെ കുറേ ആളുകൾ പോയി, പലരും പോയി, BJPക്കാർ തന്നെ പോയി ആ സമരം കണ്ടിട്ട്. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമി പോയില്ല. ഞാൻ സുബ്രഹ്മണ്യ സ്വാമി പോയില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇയാളൊരു കാപട്യക്കാരനാണ്. അത് കൃത്യമായി കണ്ടു. യോഗേന്ദ്ര യാദവിനെ അടക്കമുള്ള ആളുകളെ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം ഇറക്കം കുറഞ്ഞ ഒരു ഷർട്ടിടും, എന്നിട്ട് അത് കോളർ വരെയുള്ള മറ്റേ ബട്ടൺസ് ഇടും, എന്നിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഈ മഞ്ഞ് വരുമ്പോൾ ആ മഞ്ഞ് കൊള്ളാതിരിക്കാനുള്ള ഒരു ഫ്ലാനറുണ്ട്. ആ ഫ്ലാനർ കഴുത്തിൽ ചുറ്റും. കാരണം ഇതാണ് ഈ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാർ തലയിൽ ചുറ്റുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് എനിക്കൊരു വിരോധവുമില്ല. ആപ്പ് അവിടെ ജയിച്ചു വരുന്നതിനോ ആപ്പ് ഇന്ത്യയിൽ ജയിക്കുന്നതിനോ ഒന്നും BJPക്ക് ഒരു വിഷയവുമില്ല. പക്ഷേ രാജ്യം എന്ന വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ പറഞ്ഞത്. അണ്ണാ ഹസാരെ BJP അല്ലല്ലോ, അണ്ണാ ഹസാരെ RSSകാരനും അല്ല, BJPക്കാരനും അല്ല. അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹം എന്താണ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സ്വയം അല്ലേ, എന്താണ് പറഞ്ഞതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ സ്വയം കൃത അനർത്ഥം, അതാണ് അദ്ദേഹത്തിന്. മദ്യം ഉപയോഗിക്കില്ല, മദ്യം കൊടുക്കില്ല, മദ്യം എന്ന് പറയുന്ന സാധനം നമുക്കേത് കാരണവശാലും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവൻ മദ്യത്തിന് സമയം കൂട്ടി പുലർച്ചെ 3 AM വരെ. മദ്യം എന്ന് പറയുന്നത് ഒരു കുപ്പി ഫ്രീ. കേരളത്തിലില്ല. കേരളം മദ്യം കൊണ്ട് ജീവിക്കുന്നതാണ്. പക്ഷെ കേരളത്തിൽ ഒരു കുപ്പി ഫ്രീ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഔട്ട്ലെറ്റുകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. ഷീലാ ദീക്ഷിതിൻ്റെ കാലത്ത് അഴിമതി പറഞ്ഞ് അധികാരത്തിൽ വന്ന ആപ്പ് ഈ കെജ്രിവാള് ഷീലാ ദീക്ഷിത് ചെയ്ത കാര്യത്തെ നേരെ തിരിച്ചു. ഷീലാ ദീക്ഷിത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു, അതിനെ നേരെ കൊണ്ടുവന്ന് പ്രൈവറ്റ് ഉടമസ്ഥതയിലാക്കി. എന്നിട്ട് ഏറ്റവും വലിയ പാതകം 326 രൂപ 326 പൈസ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 1 രൂപ 29 പൈസയാക്കി. എന്നിട്ട് 33 രൂപ ഔട്ട്ലെറ്റിൽ റീറ്റെയിലിൽ ലാഭം ഉണ്ടായവന് 400 രൂപ ലാഭം കൊടുത്തു. നിങ്ങൾ ആലോചിക്കേ. എന്നിട്ട് ഇത് മുഴുവനും അയാളുടെ സ്വന്തക്കാർക്കും അയാളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും പൈസ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇത് മുഴുവൻ കണ്ടെത്തിയപ്പോഴാണല്ലോ കവിത അറസ്റ്റിലായത്, കവിതയുടെ ബിനാമി അറസ്റ്റിലായത്, കവിതയുമായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റിലായത്, ഡിസ്റ്റിലറിക്കാർ അറസ്റ്റിലായത്, സഞ്ജയ് സിംഗ് അറസ്റ്റിലായത്, സിസോദിയ അറസ്റ്റിലായിട്ട് 1 വർഷം കഴിഞ്ഞു. സുപ്രീം കോടതിയും ഹൈക്കോടതിയിൽ ഇവർ തിരുത്തൽ ഹർജി കൊടുത്തിട്ട് വലിച്ചു കൊട്ടയിലിട്ടു. സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ ഇരിക്കുന്ന RSSകാരും BJPക്കാരൊന്നും അല്ലല്ലോ, വലിച്ചു കൊട്ടയിലിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ തെളിവുണ്ട്. ആ തെളിവ് കെജ്രിവാളിന് അറിയാം. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം 9 സമൻസ് വേണ്ടാന്ന് വെച്ചത്. ഞാൻ സൗകര്യമില്ല. ഇയാൾ ആരാണ്? ഇത് ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹത്തിന് നിയമം ബാധകമല്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് നിയമം ബാധകമല്ലെന്നുണ്ടോ? അദ്ദേഹം സമൻസ് മേടിക്കണ്ടേ? ആ സമൻസ് മേടിക്കാതെ തള്ളി അവസാനത്തെ ഒരു സംഭവം അത് നിങ്ങൾ മനസ്സിലാക്കണം. കോടതിയിൽ ഏറ്റവും അവസാനത്തെ ഡൽഹി കോടതിയിൽ വെച്ച് കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, ജനം ചാനൽ അത് പറഞ്ഞോന്ന് എനിക്കറിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ച ഒരു വിഷയമുണ്ട്. ഡൽഹി കോടതി EDയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ എവിഡൻസ് അഗൈൻസ്റ്റ് കെജ്രിവാൾ? അപ്പോൾ കെജ്രിവാളിനുള്ള എവിഡൻസ് ഒരു കക്ഷേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിൻ്റെ എവിഡൻസ്, സോളിസിറ്റർ ജനറൽ പറഞ്ഞു കെജ്രിവാളിൻ്റെ എവിഡൻസ് പേഴ്സണലായിട്ട് തരാം. കോടതിക്ക് കൊടുത്തു. കോടതി വായിച്ചു. ഉച്ച കഴിഞ്ഞ് കോടതി കയറിയപ്പോൾ കോടതി എന്താ പറഞ്ഞതെന്നറിയോ?
വൈ യു ഹാവ് നോട്ട് അറസ്റ്റ് ദിസ് മാൻ ടിൽ ദ ഡേറ്റ്? നിങ്ങൾ ഇന്നുവരെ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല? എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ ഇയാൾക്ക് പരിരക്ഷ കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരിക്കുക, എന്താ വെച്ചാൽ ചെയ്തോ. അങ്ങനെയാണ് വൈകുന്നേരം അറസ്റ്റ് ചെയ്തത്. കോടതി പറഞ്ഞിട്ടാ, അല്ലാണ്ട് ഇയാളെ പേടിച്ചിട്ടൊന്നുമല്ല. ഇയാളെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആരും പേടിക്കണമെന്ന്? ഇയാൾ ജയിലിൽ കിടക്കേ, വെളിയിൽ വരിക, ആരെന്താ ചെയ്യുക? നരേന്ദ്രമോദിയെ ഇപ്പം അങ്ങോട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് പോയിട്ട് വാരണാസിയിൽ പോയി നിന്നില്ലേ? എന്തുണ്ടായി? എന്നിട്ട് എന്താ കെട്ടിവെച്ച പൈസ കിട്ടിയോ? അതൊന്നും BJPക്കോ നരേന്ദ്രമോദിക്കോ ഒരു വിഷയമല്ല. പക്ഷെ ഗുരുതരമായ വിഷയങ്ങൾ ഓരോന്ന് വെളിയിൽ വന്നിരിക്കുക. അതിലൊന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സോറാസിൻ്റെ മേടിച്ച $4 ലക്ഷം. രണ്ടാമത്തേതാണ് ഗുരുതരമായ ആരോപണവുമായിട്ട് ഇപ്പോൾ വന്നത്. ആ ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞാൽ ദേവന്ദർ ഫൽ സിംഗിനെ, ആ ബുള്ളറിനെ വിടാം, 5 ദിവസത്തിനുള്ളിൽ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് 133.54 കോടി രൂപ കരസ്ഥമാക്കി, അതായത് $16 മില്യൺ കരസ്ഥമാക്കി ഇദ്ദേഹം. നിഷേധിക്കട്ടെ, ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കട്ടെ. ഇതൊന്നും BJPക്കാർ കൊണ്ടുവന്നതല്ലല്ലോ. ന്യൂയോർക്കിലെ ഗുരുദ്വാരയിൽ ഇദ്ദേഹം സന്ദർശിച്ചു എന്നും ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 5 ദിവസത്തിനുള്ളിൽ ഈ മനുഷ്യനെ, ഈ ബുള്ളർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭീകരവാദിയാണ്. ആ ഭീകരവാദിയെ, ഖാലിസ്ഥാൻ ഭീകരവാദിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പഞ്ചാബിൽ ഇവരിപ്പോൾ ഖാലിസ്ഥാൻ വാദികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചാബിൽ ഇപ്പോൾ ആപ്പ് വരാനുള്ള കാരണം തന്നെ അമരേന്ദ്ര മറ്റേ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി, പഞ്ചാബ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഖാലിസ്ഥാൻ വാദികളുമായിട്ടുള്ള കെജ്രിവാളിൻ്റെ ഈ ഐക്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ വളരെ ഗൗരവമായ വിഷയമാണ് രാജ്യമെന്നത്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാടിനെ തകടം മറിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേറൊരു സാധനം. ഇപ്പം എന്താ പുൽവാമ, ഇപ്പം ഇദ്ദേഹം ആപ്പിൻ്റെ സുഹൃത്ത് പറഞ്ഞില്ലേ, പുൽവാമ ആക്രമണം ഉണ്ടായി. ആ പുൽവാമ ആക്രമണം BJPക്കാർ ഉണ്ടാക്കിയതാണെന്ന്. എൻ്റെ പൊന്നു ചങ്ങാതി, BJPക്കാർ ഉണ്ടാക്കിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് പാർലമെൻറ്റിൽ, പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ, നിങ്ങൾ സൂം ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ പ്രസംഗമാണ്, പാർലമെൻറ്റിലെ പ്രസംഗം. ആരാ പാർലമെൻറ്റിലെ പ്രസംഗം? നിങ്ങൾ സൂം ചെയ്തോ? ചങ്ങാതി ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ പാർലമെൻറ്റിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, പാർലമെൻറ്റിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? പുൽവാമ അറ്റാക്ക് ചെയ്തത് ഞങ്ങളാണ്, ഞങ്ങളത് ഏറ്റെടുക്കുന്നു, ഭീകരവാദികൾക്ക് ഇനിയും എന്തു വേണമെങ്കിൽ ചെയ്യും. മന്ത്രിയാണ് പാർലമെൻറ്റിൽ, പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ വളരെ കൃത്യമായി പാർലമെൻറ്റിൽ പറഞ്ഞത്, പാകിസ്ഥാൻ അംഗീകരിച്ചത്. അതാണ് ഇപ്പോൾ ആപ്പും കൂട്ടരും പറയുന്നത് അതിവിടെ ഉണ്ടായതാണെന്ന്. അതെങ്ങനെയാ? പട്ടാളത്തിനോട് ലോകത്താരും, നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആരും പട്ടാളത്തോട് തെളിവ് ചോദിച്ചിട്ടില്ല. പട്ടാളത്തിനോട് തെളിവ് ചോദിക്കുന്ന ഒരു സ്വഭാവം, പട്ടാളത്തിനോട് പോലും തെളിവ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെ തകർക്കാൻ, ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാൻ, ഇന്ത്യയുടെ വിശ്വാസ്യതയെ തകർക്കാൻ, പട്ടാളത്തിൻ്റെ ആത്മവിശ്വാസത്തെ ചോർത്താൻ, ഈ രാജ്യത്തെ തകർക്കാനുള്ള അരാജകത്വവാദവുമായിട്ടാണ് ഈ കെജ്രിവാൾ നടക്കുന്നത്, കെജ്രിവാളിൻ്റെ പാർട്ടി നടക്കുന്നത്. നിങ്ങൾ ചൂല് ആണല്ലോ നിങ്ങളുടെ അടയാളം. താമസിയാതെ ആ ചൂല് കൊണ്ട് ആ ഡൽഹിയിലെ ആളുകൾ കെജ്രിവാളിൻ്റെ പേരിൽ നടക്കുന്നവന്മാരെ മോന്തക്കടിക്കുന്ന കാലം അതിവിദൂരമല്ല. കാരണം ഏത് സംഘടനയായാലും ഒരു സത്യസന്ധതയൊക്കെ വേണം, വല്ലാത്ത കാപട്യം കാണിക്കരുത്. അതുകൊണ്ട് അതിഭീകരമാണ് കെജ്രിവാളിൻ്റെ ഏർപ്പാട്. ഈ എന്താ പറയുക, ദാവിദാണ്, കുഞ്ഞാണ്, രാക്ഷസനെതിരായ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ഉള്ളിലിരിപ്പോൾ മഹാപശക. കുറച്ച് രാക്ഷസനായാലും കുഴപ്പമില്ല, നാടിനോടുള്ള ഒരു താതാത്മ്യം വേണം. ത്രിവർണ്ണ പതാക പാറിച്ചതുകൊണ്ട് കാര്യമില്ല, രാജ്യത്തോടുള്ള കൂറ് വേണം. തീർച്ചയായും രാജ്യത്തോട് കൂറില്ലാതെ ഭീകരവാദികൾക്ക് തലോടാൻ പോയി, ഭീകരവാദികളെ വെളിയിൽ കൊണ്ടുവരാൻ ഭീകരവാദികളുമായി സഖ്യം ചേരുന്ന കെജ്രിവാളിനെതിരായിട്ടുള്ള നിലപാട്, അതിശക്തമായ നിലപാട് ഇന്ത്യൻ ജനങ്ങൾ സ്വീകരിക്കും, കോടതിയും സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ വാദം എത്രയാ, ഒരാൾക്ക് വേണ്ടി എത്ര കോടതിയിൽ നമ്പ്യാരെ, ഒരാൾക്ക് വേണ്ടി ഒരു ജാമ്യക്കാരൻ ഹാജരാവാം. സോളിസിറ്റർ ജനറൽ ചോദിക്കില്ല, ഒരാൾക്ക് വേണ്ടി 3 പേര്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്രാവശ്യത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള സംഭവത്തിൽ ഒരാൾക്ക് വേണ്ടി എത്ര പേരാ വാദിച്ചത്? 3 പേര്. ആ 3 പേര് വാദിച്ചിട്ട് എന്തായി അവസാനം? കോടതി എന്താ പറഞ്ഞത്? അപ്പോൾ കോടതിക്ക് വളരെ കൃത്യമാണ് കാര്യങ്ങൾ, കോടതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കോടതി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട്
BJP അങ്ങനെയാണ്, BJP നിങ്ങൾ BJP-ക്കാരെ കുറിച്ച് എന്ത് വേണേൽ പറഞ്ഞു, പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് BJP അറിയാം. പേരെടുക്കാൻ വന്ന അച്ചി ഇരട്ട പെറ്റു എന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇപ്പം നോക്കൂ, അഴിമതിക്കെതിരെ ചൂലെടുത്ത് പൊതുമധ്യത്തിൽ എത്തിയ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും വലിയ അഴിമതിക്കാരൻ. അഴിമതി മാത്രമാണോ? ഇപ്പോൾ ഇതാ രാജ്യദ്രോഹം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, ചാരപ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കെജ്രിവാൾ അദ്ദേഹം ആദർശ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലൻ എന്ന രീതിയിലാണല്ലോ മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പൊയ്മുഖങ്ങൾ ഓരോന്നായി ഇങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയല്ലേ അംശു? ഒന്നാമത്തെ കാര്യം, കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തെ മുഴുവനായും ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനില്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തുറന്നു പറയാൻ എനിക്ക് അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് തിരക്ക് കൂട്ടി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കെജ്രിവാളിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ കെജ്രിവാളിനെ കുറ്റക്കാരനാക്കാൻ അനിൽ നമ്പ്യാറും തിരുക്കം കൂട്ടേണ്ട കാര്യമില്ല. അത് കോടതിയിൽ ഇരിക്കുന്നൊരു വിഷയമാണ്. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതുവരെയും കോടതി അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. ഇനി ഈ ഒരു വിഷയത്തിൽ പറയുന്നതിന് മുമ്പേ ഞാൻ 2004 സ്പ്രിംഗ് മാഗസിനിൽ വന്ന ലോറൻസ് ബ്രിറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ആർട്ടിക്കിളിനെ പരിചയപ്പെടുത്താണ്. അദ്ദേഹം 5 ലോകത്തിലെ 5 ഫാസിസ്റ്റുകളെ പഠിച്ചു. അതിൽ നിന്ന് 14 സമാന സ്വഭാവങ്ങളെ കണ്ടെത്തി. ആ 14 സമാന സ്വഭാവങ്ങൾ ഞാനിവിടെ വായിക്കാം. ഒന്ന്, ശക്തമായ ദേശീയത സൃഷ്ടിച്ചെടുക്കുക, മനുഷ്യാവകാശ ലംഘനം നടത്തുക, രാജ്യത്തിനകത്ത് ഒരു പൊതു ശത്രുവിനെ സൃഷ്ടിക്കുക, സുപ്രീമസി ഓഫ് മിലിറ്ററിക്ക് ഭയങ്കരമായ ശക്തി കൊടുക്കുക, മീഡിയകളെ മുഴുവനായും കൺട്രോൾ ചെയ്യുക, അവരിൽ സ്വാധീനം ചെലുത്തുക, രാജ്യസുരക്ഷയോട് ഭയങ്കരമായ ഭീതിജനകമായ സാഹചര്യം ഉണ്ട് എന്ന് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുക, രാജ്യസുരക്ഷ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കുക. ആ പോയിന്റാണ് ഞാനിവിടെ ടിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മതവും രാഷ്ട്രീയവും തമ്മിൽ ഇഴചേർന്ന് പ്രവർത്തിക്കും, കോർപ്പറേറ്റുകളെ സംരക്ഷിക്കും, തൊഴിലാളികളുടെ അവകാശങ്ങളെ നിഷേധിക്കും, ബുദ്ധിജീവികളെയും കലാപ്രവർത്തകരെയും അവഗണിക്കും, കുറ്റം ശിക്ഷ എന്നുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ ക്രോണിസം ആൻഡ് കറപ്ഷൻ, തൻ്റെ സ്വന്തം വ്യക്തികളെ, തങ്ങൾ താല്പര്യമുള്ള ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും അതുവഴി വലിയ വലിയ അഴിമതി നടത്തുകയും ചെയ്യും. ഫ്രോഡുലന്റ് എലക്ഷൻ, തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യും. ഈ 14 സ്വഭാവങ്ങൾ 14 ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളീ പറയുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഏത് ദിവസമായിരുന്നു? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇലക്ടറൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങുന്ന ദിവസമാണ്. അല്ലെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചേക്കാം എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചു തുടങ്ങിയ ഒരു സമയത്താണ്. ഇപ്പം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മൾ ദേശീയ ചാനലുകൾ കാണുമ്പോൾ അവിടെ മുഴുവനും ചർച്ച ഇത് തന്നെയാണ്. നിങ്ങൾ ഇപ്പം ജനം TV ഈ വിഷയം തിരഞ്ഞെടുത്തതുപോലെ ആളുകളുടെ മുന്നിൽ ഈ വിഷയമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു? ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിനോട് ഏകദേശം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോട് ഒരു മാസക്കാലം പോലും അല്ലെങ്കിൽ ഒരു മാസക്കാലം മാത്രം ഇന്ന് മുതൽ ബാക്കിയുള്ള ദിവസം തെരഞ്ഞെടുപ്പിൽ എന്താ ചർച്ച ചെയ്യേണ്ടത്? ഒരു സർക്കാരിൻ്റെ മുൻ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് നടക്കേണ്ടത്, അല്ലേ? പക്ഷേ ചർച്ചകൾ മുഴുവനും വേറൊരു വഴിയിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്? ഇപ്പം ഏറ്റവും അവസാനം ഒരു ഗ്ലോബൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യക്കകത്തെ 60% സ്വത്തും 5% കയ്യിലാണ്. ഏറ്റവും താഴേക്കിടയിലിരിക്കുന്ന 50% കയ്യിൽ വെറും 3% മാത്രമാണ് സമ്പത്തിന് അവകാശമുള്ളത്. എന്നുവെച്ചാൽ സാധാരണക്കാരനിലെ 50% ഇന്ത്യയുടെ മൊത്തം സ്വത്തിൻ്റെ വെറും 3% കൈയാളുന്നത്
രാജ്യത്തിൻ്റെ 60% സ്വത്ത് 5% പേരാണ് കൈയാളുന്നത്. തൊഴിലാളികളെ സംബന്ധിക്കുന്ന കാര്യം കേൾക്കൂ. കൂലി വർധനവ് ഇന്ത്യയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. ശേഷം വിലക്കയറ്റത്തിന് ആനുപാതികമായ കൂലി വർധനവ് വെറും 1% താഴെ മാത്രമാണ് സംഭവിച്ചത്. പെട്രോൾ ഡീസൽ വിലയെക്കുറിച്ചോ LPG ഗ്യാസിനെ കുറിച്ചോ ഇന്ധന വിലയെക്കുറിച്ചോ ഇവിടെ ആരും സംസാരിക്കുന്നേ ഇല്ല ചാനലുകളിൽ. കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 47% തൊഴിലില്ലായ്മ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അല്ല, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ കാലത്ത് ഭരണകാലത്ത് ഇതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നോ? ആരോഗ്യ മേഖലയിലുള്ള ഇന്ധന വില വർധന ഉണ്ടായിരുന്നില്ലേ? തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നില്ലേ? ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളിപ്പോൾ പറയുന്ന കേട്ടാ വിചാരിക്കും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഏതൊക്കെയോ റിപ്പോർട്ടുകൾ നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിന്റെ ഓതന്റിസിറ്റി, ആധികാരികത എന്താണ്? നിങ്ങൾ ആരെയോ കോട്ട് ചെയ്ത് ഏതൊക്കെയോ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് നിങ്ങളുടെ പാർട്ടിയല്ലേ, കോൺഗ്രസ് അല്ലേ അംശു? അനിൽജി, നിങ്ങളിങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഇടയിൽ കയറിയിട്ട് നേരത്തെ ഗോപാലകൃഷ്ണൻ അല്ല, നിങ്ങൾ ഈ ടോപ്പിക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ കെജ്രിവാളിനെ കുറിച്ച് ഉള്ള എന്റെ ചോദ്യത്തിന് കെജ്രിവാളിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നിങ്ങൾ മറ്റെന്തൊക്കെയോ പറയുന്നു. നിങ്ങൾ വഴിതിരിച്ചുവിടാൻ നോക്കുകയാണ്. കൺട്രോൾഡ് മാസ് മീഡിയ എന്ന് പറയുന്ന ഫാസിസ്റ്റിന്റെ സ്വഭാവത്തിന്റെ ലക്ഷണം, അതിന്റെ കുഴലൂത്തുകാരനായി നിങ്ങളും കൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ കാണിച്ചത്. ഞാൻ മുഴുവൻ പറയട്ടെ, നിങ്ങൾ എന്നെ കേൾക്കാൻ മനസ്സ് കാണിക്കൂ. ആദ്യം മുഴുവനും മനസ്സ് കാണിക്കൂ. ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനാധിപത്യം ഉണ്ടാവണം. ഈ പറയുന്ന രണ്ടാളുകൾ സംസാരിച്ചപ്പോഴും നിങ്ങൾ കൃത്യമായും കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്. വലിയ വിഷയങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഞാനും വിഷയത്തിൽ നിന്ന് തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടിടത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടിടത്ത് ആ ചർച്ചയെ വഴിതെറ്റിക്കാം. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, പോക്കറ്റ് അടിക്കാരൻ നേരെ വന്ന് പോക്കറ്റ് അടിക്കുകയല്ല ചെയ്യുക, ആളുകളുടെ ശ്രദ്ധയെ വേർതിരിക്കാൻ വേണ്ടി വ്യത്യസ്തമായ പല വിക്രിയകളും കാണിക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ പോക്കറ്റ് അടിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വിഷയമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് എൻ്റെ പോയിന്റ്. മനസ്സിലായി? ഇപ്പൊ ഖാലിസ്ഥാൻ എന്താണ് ഖാലിസ്ഥാൻ എടുക്കാൻ കാരണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് കർഷകന്മാർ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള വലിയ പ്രോമിസിനെ ഒരു ദാക്ഷിണ്യമില്ലാണ്ട് നെഗ്ലക്ട് ചെയ്ത പ്രധാനമന്ത്രിക്കെതിരെ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുക. ആ സമരത്തെ എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്? BJP ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്. ആ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തിയ കർഷക സമരം നിലനിൽക്കുമ്പോൾ ആ കർഷക സമരത്തിന്റെ ശക്തമായ പ്രതിധ്വനി ഇന്ത്യ മുഴുവനും സംഭവിച്ചേക്കാം എന്നുള്ള ഭയത്തിൽ സാധാരണ ജനത ഇത്തരത്തിലുള്ള കർഷക സമരത്തിന് ആഭിമുഖ്യം പോയി പോവുക എന്നൊക്കെ പേടിച്ചിട്ടാണ് ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന വാക്കുപോലും ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു TV ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള എന്ത് മെറിറ്റ്, എന്ത് ക്രെഡിറ്റ് ഈ വിഷയത്തിനുണ്ട്? ഒന്നാമത്തെ കാര്യം, ഇതൊരാൾ പറഞ്ഞ ഈ വ്യക്തി കെജ്രിവാളിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിപ്പോ കെജ്രിവാൾ മാഫിയ തലവനോ എന്ന ആ ഒരു ചോദ്യം ഇപ്പോ കേരളത്തിലെ മറ്റ് ചാനലുകളൊന്നും ഈ വിഷയം ചർച്ച ചെയ്യില്ല. കേരളത്തിലെ മറ്റ് ചാനലുകൾ എന്നല്ല, കേരളത്തിലുള്ള പത്രമാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അപ്രസക്തമായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന, ദേശീയത മുഖമുദ്രയാക്കിയ ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ ഈ വിഷയം ഇന്ന് ആ ചർച്ച തുടങ്ങിയുള്ളൂ. വരും ദിവസങ്ങളിലും ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അത് പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിന് അനിൽ നമ്പ്യാരോടോ അല്ലെങ്കിൽ മിസ്റ്റർ ഗോപാലകൃഷ്ണനോടോ ഞാൻ ഉത്തരം ആഗ്രഹിക്കുകയാണ്. ഒന്ന് എൻ്റെ ഈ ചോദ്യം കേൾക്കൂ. ഒരു തീവ്രവാദിയായിട്ടുള്ള തടവുകാരനെ മോചിപ്പിക്കുന്നതിന് പണം വാങ്ങി എന്നാണ് ഇദ്ദേഹം അലിഗേഷൻ ഉന്നയിക്കുന്നത്. ഓക്കെ, ഡൽഹിയിലിരിക്കുന്ന ഒരു പ്രധാന മുഖ്യമന്ത്രിക്ക്, ഡൽഹി സർക്കാരിന് എന്ത് തരത്തിലുള്ള അധികാരം ഉണ്ട് അതിന്? നിങ്ങളുടെ അറിവുള്ള അനുഭവത്തിൽ നിന്ന്, ജ്ഞാനത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരും. ഡൽഹി സ്റ്റേറ്റ് ഉണ്ടായപ്പം മുതൽ ഡൽഹിക്ക് ആഭ്യന്തരത്തിലോ പോലീസിന്റെ കൃത്യനിർവഹണത്തിനോ എന്തെങ്കിലും റോളുണ്ടോ?
എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന് പണം വാങ്ങി ഈ ഭടനെ മോചിപ്പിക്കാൻ കഴിയുക? നമ്മളൊരു അലിഗേഷൻ കേൾക്കുമ്പോൾ ആ അലിഗേഷന്റെ ഒരൊറ്റ കാര്യം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ അംശുലാൽ, ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ. നിങ്ങൾ പറയുന്നു ഡൽഹി മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ, അദ്ദേഹം പറയുന്നത് പോലെ ശക്തനൊന്നുമല്ല, ഇങ്ങനെ ഒരു കുറ്റവാളിയെ മോചിപ്പിക്കാനുള്ള ത്രാണി അദ്ദേഹത്തിനില്ല, പ്രാപ്തി അദ്ദേഹത്തിനില്ല. പക്ഷെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോ ആരൊക്കെയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത്? അമേരിക്ക പ്രതികരിക്കുന്നു, ജർമ്മനി പ്രതികരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രി ദുർബലനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണോ അംശുലാൽ? ഇവരൊക്കെ ഈ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ എന്താണ് ഇവർക്ക് ഇത്ര താല്പര്യം? അമേരിക്കക്കും ജർമ്മനിക്കും അരവിന്ദ് കെജ്രിവാളിനോട് എന്താ ഇത്ര വലിയ മമത, ഇത്ര വലിയ പ്രേമം? എന്താ? ശരി, ശരി, CAA നടപ്പിലാക്കിയപ്പോൾ ഗ്ലോബൽ രാജ്യങ്ങൾ മുഴുവൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ മലീമസപ്പെടുത്തുന്ന രീതിയിലുള്ള ഭരണമുന്നണികളുടെ ഇടപെടലിനെയാണ്. അതുപോലെ വെറും ഒരു മാസക്കാലം നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അലയൻസിനെ നശിപ്പിക്കത്തക്ക രീതിയിലോ ജനാധിപത്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അധികാര ദുർവിനിയോഗം നടക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് പഴയ പോലെയല്ല. ഇന്ന് ലോകം മുഴുവനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ്, ഒരു ഐസൊലേറ്റഡ് രാജ്യങ്ങളായിട്ടല്ല നിലനിൽക്കുന്നത്. ഓരോ രാജ്യത്തും നടക്കുന്ന രാഷ്ട്രീയ ഇടപാട്, ഇപ്പം ഉക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രതികരിച്ചിട്ടില്ലേ? അമേരിക്കയിൽ നടന്ന പല അതുപോലെയാണോ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പാവം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ അമേരിക്കയും ജർമ്മനിയും ഒക്കെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്? അങ്ങനെയാണോ? അതെവിടെ നിൽക്കുന്നു ആ വിഷയം? ഇതെവിടെ നിൽക്കുന്നു? ഉക്രൈൻ റഷ്യ ആ യുദ്ധം എവിടെ നിൽക്കുന്നു? അതിനെ താരതമ്യം ചെയ്യുകയാണോ താങ്കൾ? കേജ്രിവാളിന്റെ അറസ്റ്റുമായിട്ട് താരതമ്യം ചെയ്യുകയാണോ? തുലനം ചെയ്യുകയാണോ? എന്റെ ഈ ചോദ്യത്തിൽ നിന്ന് അനിൽ നമ്പ്യാർ സമർത്ഥമായി രക്ഷപ്പെട്ടു. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ തടവുകാരനെ മോചിപ്പിക്കാൻ സാങ്കേതികമായി കഴിയുക? ഒന്ന് പറഞ്ഞു തരൂ. അതിന് എന്തൊക്കെ സാധ്യതകളുണ്ട്? ഡൽഹി ഭരണകൂടത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയ, ഡൽഹി സംസ്ഥാന സർക്കാർ എങ്ങനെ ഭരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇദ്ദേഹം ഇത്രയും പണം കോഴ വാങ്ങി ഈ തടവുകാരനെ രക്ഷപ്പെടുത്താം എന്ന അവകാശം വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാങ്കേതികമായ സാധ്യത എന്താണ്? അനിൽ നമ്പ്യാർക്ക് അല്ലെങ്കിൽ വി ഗോപാലകൃഷ്ണന് നിങ്ങൾക്കറിയാവുന്ന ജ്ഞാനത്തിൽ നിന്നും അറിവില്ലാത്ത എനിക്ക് പറഞ്ഞു തരൂ പ്ലീസ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എന്തായാലും വാട്ട് ഈസ് ദ പോസിബിലിറ്റി? അല്ല, ഈ ഖലിസ്ഥാൻ നേതാവ് പന്നൂന് BJP ആയിട്ട് അടുപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയെ സഹായിക്കാൻ ഖലിസ്ഥാൻ നേതാവ് എന്തായാലും പന്നു രംഗത്ത് വരില്ല, അല്ലെങ്കിൽ BJP പന്നുവിനെ രംഗത്തിറക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രാഷ്ട്രീയ നിരീക്ഷകനല്ലേ താങ്കൾ? ആണോ? ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പന്നുവിനെ ഇറക്കി ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കാം, അതിന് പിന്നിൽ BJP ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരിക്കും താങ്കളുടെ ഭാഗത്തുനിന്ന്. വളരെ സമർത്ഥമായി താങ്കൾ അതിലേക്ക് വരുന്നു, അതാണ് മണക്കുന്നത്. പക്ഷേ അംശു അല്ല, ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വിവാദം കൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇലക്ടറൽ സൈഡിൽ ഗുണമുണ്ടെങ്കിൽ അത് ആർക്കാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഈ ഒരു വിവാദം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമുണ്ടെങ്കിൽ അതേത് രാഷ്ട്രീയ പാർട്ടിക്കാണ്? പന്നൂനെ ഇറക്കിയിരിക്കുന്നത് BJP ആണ് എന്നാണ് ഇപ്പോ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ, വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ അംശുലാലിന്റെ അഭിപ്രായം. അല്ല, പറയട്ടെ. താങ്കൾ ചോദിച്ചല്ലേ? താങ്കൾ അത് പറയണ്ട. താങ്കൾ വളരെ പരോക്ഷമായി അവതരിപ്പിച്ചത് അല്ല, ആ കുന്തമുന എത്തുന്നത് അതിലേക്കാണ്, BJPയിലേക്കാണ്. അതായത് ഈ പന്നൂനെ, ആ വൃത്തികെട്ടവനെ ഇറക്കിയിരിക്കുന്നത് BJP ആണ് എന്ന രീതിയിലാണ് താങ്കൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്കൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല, പക്ഷെ വളരെ സമർത്ഥമായി താങ്കൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ പരോക്ഷമായി ആ കുന്തമുന നീങ്ങുന്നത് BJPയിലേക്കാണ്, അല്ല കേന്ദ്ര സർക്കാരിലേക്കാണ്. അതിന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ
മറുപടി പറയൂ. ഒരു നിമിഷം. അല്ല, ഒരു നിമിഷം. എന്റെ ചോദ്യം അംശു, ഒരു നിമിഷം. താങ്കളുടെ ചോദ്യം മനസ്സിലായി. താങ്കളുടെ ചോദ്യം മനസ്സിലായി. ഇറക്കിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, മറുപടി പറയട്ടെ. എന്റെ ഒരു ചോദ്യം ഒരു മിനിറ്റ് ഗോപാലകൃഷ്ണൻ മറുപടി പറയട്ടെ. കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് രാഷ്ട്രീയപരമായ ഗുണം കിട്ടുമെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്? യെസ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഈ വിഷയമല്ല, രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയം വന്നാലും ആദ്യം രാജ്യം, അതിനുശേഷം രാഷ്ട്രീയവും മതവും എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എല്ലാ അർത്ഥതലങ്ങളിലും അംഗീകാരം ഉണ്ടാവുക. അതിൽ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പുതിയ പുതിയ നരേറ്റീവ് സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? കെജ്രിവാൾ പണം മേടിച്ചത് അയാൾക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ശരി ശരി, ആ ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. ആ ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. ഇനി എന്റെ അടുത്ത ചോദ്യം, ഉത്തരത്തിൽ ഞാൻ തൃപ്തനാണ്. അല്ല, ഞാൻ പറഞ്ഞാലേ സംസാരിച്ചല്ലോ. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിന് അല്ല, എനിക്ക് സംസാരിക്കാനുള്ള സമയമായിരുന്നു. എനിക്ക് ചോദ്യം ചോദിച്ചത് അല്ല, അനിൽ നമ്പ്യാർ ഇടപെട്ടു, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള ആക്ഷേപമൊക്കെ വരും. ഇനി ഞാനാണ്. പ്ലീസ് പ്രൊസീഡ്. സംസാരിക്കട്ടെ, പ്ലീസ് പ്രൊസീഡ്. ശരി, ഇനി ഇതൊരു വെറും എന്താണ് ഇതൊരു വെറും എന്താ പറയാ, വെറും ഒരു വിവാദം മാത്രമായി അവശേഷിച്ചാൽ, പിന്നീട് അവശേഷിച്ചാൽ എന്നുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് സർക്കാരിന്റെ തീരുമാനം? ഇതിനെക്കുറിച്ച് എത്രയും പെട്ടെന്നുള്ള ഒരു അന്വേഷണം തുടങ്ങാനാണോ സർക്കാരിന്റെ തീരുമാനം? അതല്ലെങ്കിൽ ഈ വിവാദത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനാണോ സർക്കാരിന്റെ തീരുമാനം? രീതിയിൽ താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. ആരോടാണ് ചോദ്യം? ആരോടാണ് ചോദിച്ചത്? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോടാണ്. ബി ഗോപാലകൃഷ്ണനോടാണ് ചോദ്യം. ഓക്കെ. അതെ അതെ. അല്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം അന്വേഷിക്കും. സമീപകാലത്തൊന്നും ജയിലിൽ നിന്ന് ആ ചങ്ങായിക്ക് വെളിയിലിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് അന്വേഷിക്കും. ഇതെന്താ, ഞാനെന്താ അന്വേഷണ ഏജൻസിയോ? അത് അന്വേഷണം നടത്താൻ ഇവിടെ സംഘടന. വേറൊരു കാര്യം കൂടെ, എന്റെ പൊന്നു ചങ്ങാതി, ഏത് തരത്തിലുള്ള വാദം ഉന്നയിച്ചാലും ഞാനെന്ന് പറയട്ടെ, മറുപടി കേക്ക്. മറുപടി കേൾക്കുന്നത് നിങ്ങൾ മറുപടി പറയാൻ പറയാം. എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോയാലോ? ഏതെങ്കിലും തരത്തിൽ ഇപ്പം താങ്കളൊരു അന്വേഷണം, താങ്കളൊരു വാദം ഉന്നയിച്ചു എന്ന് വിചാരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾക്ക് കെജ്രിവാളുമായിട്ട് അങ്ങനത്തെ ബന്ധമില്ല. എനിക്ക് തോന്നുന്നു താങ്കൾ കോൺഗ്രസിൻ്റെ എന്തോ ഒരു ബന്ധം പറഞ്ഞതായിട്ടും കേട്ടു. എനിക്ക് മനസ്സിലായില്ല. അതും താങ്കൾ അതിനിടയിൽ സൂചിപ്പിച്ചു എന്നാണ്. അപ്പം വെറും നിരീക്ഷകനല്ല താങ്കളെന്ന് എനിക്കറിയാം. ഇനി താങ്കൾ നിരീക്ഷകനായിട്ട് താങ്കളൊരു വാദം വെച്ചു എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം, ഏതെങ്കിലും ഭാരതത്തിലെ കോൺഗ്രസിൻ്റെ ആളാണല്ലോ. അപ്പോൾ താങ്കളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്കൾ പെട്ടെന്ന് ഇട്ടിട്ട് പോകരുത്, അല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കരുത്. കാരണം എനിക്ക് താങ്കൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനും കൂടി താങ്കൾ സമയം തരണം. ശരി, അപ്പോൾ താങ്കളിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എപ്പോൾ അന്വേഷണം തുടങ്ങുന്നല്ലേ? താങ്കൾ ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് വിചാരിക്കുക, രാജ്യത്തെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം എൻ്റെ ഈ സഹ പാനലായിട്ടുള്ള താങ്കൾ ഒരു മീഡിയയിൽ ഉയർത്തിയാൽ അതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടാവും. അതാണ് അന്വേഷണ ഏജൻസികൾ, അവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. താങ്കളിപ്പോൾ ഈ സംസാരിക്കുന്നത് അവർ വാച്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഇത് പണ്ടത്തെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ പാവയായ പരിപാടിയല്ല. ഇത് വളരെ കർക്കശമായ നട്ടലുള്ള ഒരു തീവ്രവാദിയോടും ഒരു തരത്തിലും ഐക്യപ്പെടാത്ത എല്ലാ തീവ്രവാദികളെയും നിഷ്കരണം നേരിടുന്ന ഒരു ഭരണകൂടമാണ്, രാജ്യസ്നേഹികളുടെ ഭരണകൂടമാണ്. അതുകൊണ്ട് മിസ്റ്റർ, ഇതിന് അന്വേഷണം ഉണ്ടാവും. ധൈര്യമായിട്ടിരുന്നോ. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അവിടെ ഞാൻ നിർത്തുന്നു. ഇനി നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങളില്ലെങ്കിൽ മിസ്റ്റർ നമ്പ്യാർ അനുവദിച്ചാൽ വീണ്ടും പറയാം. മറ്റൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട്. വീരവാദം എന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീരവാദത്തിന്റെ അടിസ്ഥാനം ഞാൻ പറയട്ടെ. അല്ല, ഇദ്ദേഹത്തിന്റെ വീരവാദത്തിന്റെ അടിസ്ഥാനം ഞാൻ പറയാം. അതായത് ആസാമിൽ ഒരു BJP ലീഡർ നിരഞ്ജൻ ഹൊജാനി, അദ്ദേഹം ഇപ്പോൾ ജീവപര്യന്തം തടവിലാണ്.
നിരഞ്ജൻ ഓജായി ജീവപര്യന്തം തടവിലിരിക്കുന്നത് തീവ്രവാദികൾക്ക് 1000 കോടി രൂപ സംഘടിപ്പിച്ചു കൊടുത്തു എന്നുള്ള കുറ്റത്തിന്റെ പുറത്താണ്. BJP നേതാവ് നിരഞ്ജൻ ഹോജായ് ആസാമിലാണ്, തടവിലാണല്ലോ. അപ്പൊ വലിയ വലിയ പ്രഖ്യാപനങ്ങളും വീരവാദങ്ങളൊക്കെ അല്ല, തടവിലാണല്ലോ, ശ്രദ്ധിച്ചിട്ട് വേണം. അതെ അതെ, മന്ത്രിസഭയിൽ ഇല്ലല്ലോ. അല്ല, അതേ മുഖ്യമന്ത്രി അല്ലല്ലോ, ജയിലിൽ കിടന്ന് അദ്ദേഹം ഭരിക്കുന്നില്ലല്ലോ. ഉണ്ടോ? BJP നേതാവായിരുന്നു. അതെ, അദ്ദേഹം ഇപ്പോ ജയിലിലാണല്ലോ, തടവറയ്ക്കകത്താണല്ലോ നേതാവായിരുന്നു അദ്ദേഹം. എന്തായാലും ഇപ്പോ തടവറയ്ക്കകത്ത് നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്നില്ലല്ലോ, അല്ലേ? ഉണ്ടോ? അല്ല, ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട അംശുലാലെ, നിങ്ങളുടെ പാർട്ടിയല്ലേ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത്? അംശുലാലെ, ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനല്ലേ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കേജ്രിവാളിനെതിരെ പരാതി കൊടുത്തത്? നിങ്ങളുടെ പാവപ്പെട്ട മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെതിരെ ആയിരുന്നല്ലോ ഇദ്ദേഹം പട നയിച്ചത്. ഇതൊക്കെ നിങ്ങൾ മറന്നുപോയോ? ഇപ്പൊ എന്താ നിങ്ങൾക്ക് കേജ്രിവാളിനോട് ഇത്രയും സ്നേഹം? അംശുലാലെ, നിങ്ങൾ ആ ചോദ്യത്തിന് ഒന്ന് മറുപടി പറഞ്ഞാൽ എനിക്കൊരു ഇടവേള എടുത്ത് ബലദേവിലേക്ക് പോകാമായിരുന്നു പെട്ടെന്ന്. ഞാനിവിടെ എവിടെയെങ്കിലും കേജ്രിവാളിനെ ന്യായീകരിച്ചിട്ടില്ല. കോടതിയിലിരിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തെക്കുറിച്ച് തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയില്ല. അത് തെളിയിക്കപ്പെടട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കൊടുത്ത പരാതികളിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോയിട്ടില്ല. മനസ്സിലായില്ല? പക്ഷെ ഇതേ സാധനം തന്നെ BJP എന്ന് പറയുന്ന ഭരണകക്ഷിക്കെതിരെ ഏതാനും ചില രാഷ്ട്രീയ സംഘടിത മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പ്രതികാര നടപടി എന്നോണം തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ജനാധിപത്യ മര്യാദയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. അല്ല, നാളെ ഒരു പക്ഷേ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് അദ്ദേഹത്തെ പിടിച്ച് ഒരുപക്ഷെ ഇടി അകത്താക്കും. അതിനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞു വരികയാണ്. ഇന്നും കോടതി ആവശ്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഐസക്കിനകത്താക്കിയാലും ഇതേ കൺസേൺ തന്നെ ആയിരിക്കുമോ അംശുലാലിനും അംശുലാലിൻ്റെ പ്രസ്ഥാനത്തിനും? ആയിരിക്കുമോ? അതോ കേരളത്തിൽ വേറെ നിലപാടായിരിക്കുമോ? അല്ല, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയാം. ഇനി ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പെട്ടെന്ന് ഈ ഒരു വിഷയം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സ്വാഭാവികമായും ചെല്ലുന്നത് ഏതിലേക്കായിരിക്കും? നമ്മുടെ UAPAയിലേക്കായിരിക്കും. ഈ UAPAയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ UAPന്റെ സ്ഥിതി എന്നറിയോ? 97% കേസുകൾ, വെറും 3% കേസുകൾ മാത്രമാണ് ഇതുവരെ ചർച്ചയ്ക്കെടുക്കുകയും കോടതിയിലെത്തുകയും ചെയ്തത്. 97% കേസുകളും ബാക്കി കിടക്കുകയോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ കിടക്കുകയോ ആണ്. അപ്പൊ ഇത് സംഭവിക്കുന്ന ഓരോരോ കേസുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ എതിരാളികൾ ആരൊക്കെയുണ്ടോ അവരെ ഒന്നുകിൽ ED ഉപയോഗിച്ച്, അല്ലെങ്കിൽ IT ഉപയോഗിച്ച്, അതല്ലെങ്കിൽ UAPA ഉപയോഗിച്ച്. ഇത് പറയുമ്പോൾ UAPA നല്ലതല്ലേ, കോൺഗ്രസ് കൂടി മുന്നോട്ട് കൊണ്ടുവന്ന ചാശയാണ്. പക്ഷെ അതിനെങ്ങനെ രാഷ്ട്രീയപരമായുള്ള എതിരാളികളെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിലാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിലും സംഭവിച്ചത് തന്നെയല്ലേ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ആശയത്തിൽ എന്താണ് കുഴപ്പമുള്ളത്? ആശയത്തിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ EDയെയും ഇൻകം ടാക്സിനെയും തങ്ങളുടെ സ്ഥാപനങ്ങളെയും മുഴുവൻ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, അത് ഒരു ഭാഗത്തേക്ക് മാത്രം പണം ഒഴുകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അപ്പോൾ അവസാനം താങ്കൾ അതേ പോയിന്റിൽ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രതിയോഗികളെ കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രത്യേകിച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത്. ആ ഒരു ഇതിലെത്തിയിരിക്കുന്നു നിങ്ങൾ, ആ ഒരു പോയിന്റിലെത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ എല്ലാ പ്രതിനിധികളും ഒടുവിലെത്തുന്നത് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. അതിൽ താങ്കളും എത്തിയിരിക്കുന്നു, മാറ്റമൊന്നുമില്ല.